അല്ല, തെരച്ചിൽ ഒരു തരത്തിലും ഇന്ന ദിവസം നിർത്തണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. തെരച്ചിലെന്ന് പറയുമ്പോൾ അതിന് പല ശ്രമങ്ങളുമുണ്ട്. ആ ശ്രമങ്ങൾ മുഴുവൻ നടത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ ശ്രമങ്ങളിൽ 1% പോലും കുറവ് വരരുത്. ഞങ്ങളുടെ ശ്രമത്തിൻ്റെ 1% പോലും കുറവ് വരാതെ സാധ്യമാകുന്ന എല്ലാ നടപടികളും തെരച്ചിലിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കും. അത് തുടക്കത്തിലേ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ആ നിലയിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. നമുക്കറിയാം, ആദ്യ ദിനം മുതൽ തെരച്ചിൽ സ്വയം സന്നദ്ധരായി വരുന്നവരിൽ പലരും, ആ പ്രദേശത്തുള്ളവരിൽ പലരും ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ്, കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടവരാണ്. കൂടപ്പറപ്പുകളെ 1ഉം 2ഉം നഷ്ടപ്പെട്ടവർ ആ തെരച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എത്രത്തോളം വിശാലമായ മനസ്സാണ്. കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടിട്ട് പോലും തൻ്റെ പ്രദേശത്തുള്ളവരുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി തെരച്ചിലിനിറങ്ങുകയാണ്. അത് വല്ലാത്തൊരു മനസ്സാണ്. ആ മനസ്സ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി നമുക്കതിനെ വിശേഷിപ്പിക്കാനാകും. ആ നഷ്ടം, സ്വന്തം നഷ്ടത്തെ, ഉറ്റവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടത്തെപ്പോലും മനസ്സിൽ വേദന കടിച്ച് പിടിച്ചുകൊണ്ടാണ് തെരച്ചിൽ അവർ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുന്ന അവരുടെ ഇടപെടലുകളെ നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെയാണ് അവർ ഇടപെടുന്നത്. അവരങ്ങനെ ഇടപെട്ട് പോകുന്നു. അവരിൽ പലരുമാണ് നേരത്തെ ചിലർ വെറുതെ വരുന്നു, വീഡിയോ എടുക്കുന്നു, മൊബൈൽ പകർത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അവരുടെ ആ മാനസികാവസ്ഥയിൽ നിന്നത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് നമ്മളെല്ലാവരും ഡിസാസ്റ്റർ ടൂറിസത്തെക്കുറിച്ചും ഡാർക്ക് ടൂറിസത്തെക്കുറിച്ചും സൂചിപ്പിച്ചത്. അനാവശ്യമായി ആരും അങ്ങോട്ട് വരരുത് എന്ന് അഭ്യർത്ഥിച്ചത്.